Hello, in this section we are discussing about the bottom relief of Atlantic Ocean. Atlantic Ocean. Atlantic Ocean is located between North and South America in the west and Europe and Africa in the east. It covers an area of 82 million square kilometers, which is 1/6 of the geographical area of the globe and half of the area of Pacific Ocean. അറ്റ്ലാന്റിക് ഓഷ്യൻ സ്ഥിതി ചെയ്യുന്നത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയുടെയും അതുപോലെ യൂറോപ്പ് ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിന്റെ നടുക്കായിട്ടാണ്. ഏതാണ്ട് വേൾഡിലെ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ 1/6 പോർഷൻ കവർ ചെയ്യുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. സൈസിന്റെ കാര്യം പറയുന്നെങ്കിൽ പസഫിക് ഓഷ്യന്റെ ഹാഫ് ദ സൈസ് ആണ് അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത്. The S shape of ocean indicates the fact that the continents, that is the landmass on either side, were once a contiguous path. പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുടെ ഒരു എവിഡൻസ് തരുന്ന ഒരു ഓഷൻ കൂടിയാണ് അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് ഓഷന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എസ് ഷേപ്പ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന് അപ്പുറത്തും ഇപ്പുറത്തും, അതായത് വെസ്റ്റിലും ഈസ്റ്റിലും ഉള്ള ലാൻഡ് മാസസ് ഒരിക്കൽ യുണൈറ്റഡ് ആയിട്ടുള്ള സിംഗിൾ പാർട്ടായിരുന്നു, പിന്നീട് അത് ഡ്രിഫ്റ്റ് ചെയ്ത് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. Atlantic Ocean was formed due to the drifting of North and South America to the west due to plate tectonics. പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഫലമായി നോർത്തും സൗത്ത് അമേരിക്കയും വെസ്റ്റിലോട്ട് മൂവ് ചെയ്തതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഓഷനാണ് അറ്റ്ലാന്റിക് ഓഷൻ. ആൻഡ് ഇറ്റ് ഹാസ് maximum width of about 5,920 km at 35 degrees south latitude, and it widens to the south of the equator. It narrowed down towards the equator, where it is only 2,560 km width between Liberian coast and Cape Sao Roque. Atlantic Ocean maximum width വരുന്നത് ഇക്വേറ്ററിന്റെ സൗത്ത് ആയിട്ട്, അതായത് 35 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിലാണ്. അവിടെ അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5,920 കിലോമീറ്റർ ആണ്. ഇനി നാരോ ആയിട്ടുള്ള പോർഷൻ വരുന്നത് അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2,560 കിലോമീറ്റർ ആണ്. ലൈബേറിയൻ കോസ്റ്റിനും കേപ്പ് സൗ റോക്കിനും ഇടയിലാണ് ആ ഒരു പോർഷൻ വരുന്നത്. ആൻഡ് ദിസ് ഈസ് ദ അറ്റ്ലാന്റിക് ഓഷൻ. നമുക്ക് കാണാൻ സാധിക്കും എസ് ഷേപ്പിലാണ് അത് പോകുന്നത്. അതിനെ ബൗണ്ട് ചെയ്തിരിക്കുന്ന കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. The width further increases northward and it becomes 4,800 km at 40 degree north latitude, and it narrows down at the extreme north, where it maintains its contact with the Arctic Ocean through Norwegian Sea, Denmark Strait and Davis Bay. ഈ നോർത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. നോർത്തിൽ അറ്റ്ലാന്റിക് ഓഷന്റെ വിഡ്ത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് 40 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ്. 4,800 കിലോമീറ്റർ ആണ് അവിടെ വരുന്നത്. ഇനി എക്സ്ട്രീം നോർത്തിൽ എത്തുന്ന സമയത്ത്, അതായത് അത് ആർട്ടിക് ഓഷനുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്ഥലങ്ങൾ, നോർവേജിയൻ ഭാഗം, ഡെൻമാർക്ക് സ്ട്രേറ്റിന്റെ ഭാഗം, അതുപോലെ ഡേവിസ് ബേയുടെ ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നാരോ ആണ്. ഇനി അറ്റ്ലാന്റിക് ഓഷന്റെ ഓവറോൾ ഡെപ്ത് നോക്കാം. ഓവറോൾ ഡെപ്തിൽ ഏതാണ്ട് 24% അറ്റ്ലാന്റിക് ഓഷന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 915 മീറ്റർ ആണ്. അതായത് ഡെപ്ത് കുറവാണ് ആ ഭാഗങ്ങളിലെല്ലാം. ഇനി ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് പസഫിക് ഓഷനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. കാരണം അറ്റ്ലാന്റിക് ഓഷനിൽ ഒരുപാട് കോണ്ടിനെന്റൽ ഷെൽഫ്സും മാർജിനൽ എൻക്ലോസ്ഡ് സീസും ഉള്ളത് കാരണമാണ് അറ്റ്ലാന്റിക് ഓഷന്റെ ഡെപ്ത് പസഫിക് ഓഷന്റെ ഡെപ്തിനെ അപേക്ഷിച്ച് കുറവായിട്ടുള്ളത്. ഇനി അറ്റ്ലാന്റിക് ഓഷന്റെ ഫോർമേഷൻ നോക്കാം. അറ്റ്ലാന്റിക് ഓഷൻ വാസ് ഫസ്റ്റ് ഫോംഡ് about 700 million years ago due to the seafloor spreading. സീഫ്ലോർ സ്പ്രെഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി 700 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് അറ്റ്ലാന്റിക് ഓഷൻ ആദ്യമായിട്ട് ഫോം ചെയ്തത്. ഇവിടെ സംഭവിച്ചത് മിഡ് അറ്റ്ലാന്റിക് ഡ്രിഡ്ജ് എന്ന് പറയുന്ന ഡ്രിഡ്ജിൽ നിന്നും യുറേഷ്യൻ പ്ലേറ്റും ആഫ്രിക്കൻ പ്ലേറ്റും വെസ്റ്റിലോട്ട് മൂവ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അറ്റ്ലാന്റിക് ഓഷൻ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 300 മില്യൺ ഇയേഴ്സ് മുമ്പ്, ഏതാണ്ട് 300 മില്യൺ ഇയേഴ്സിന് മുമ്പ് അറ്റ്ലാന്റിക് ഓഷൻ ക്ലോസ് ആയി. അതായത് അവിടെ നടന്നത് കൺവേർജന്റ് ആണ്. അമേരിക്കൻ പ്ലേറ്റും യുറേഷ്യൻ ആൻഡ് ആഫ്രിക്കൻ പ്ലേറ്റും തമ്മിലുള്ള കൺവേർജന്റ് കൊണ്ട് അറ്റ്ലാന്റിക് ഓഷൻ ക്ലോസ് ആയി. ആൻഡ് ocean again started to open about 150 million years ago to the movement of aforesaid plates in opposite direction. എന്നിട്ട് വീണ്ടും ഒരു 150 മില്യൺ ഇയേഴ്സിന് മുമ്പ് വീണ്ടും അവിടെ ഡൈവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആയിട്ട് ഇത് മാറുകയും ഡൈവേർജന്റ് മൂവ്മെന്റ് നടക്കുകയും അതിന്റെ ഫലമായിട്ട് അറ്റ്ലാന്റിക് ഓഷന് ഓപ്പണിംഗ് ഉണ്ടാവുകയും ചെയ്തു. The widening of the ocean still continues, which is evidenced through seafloor spreading at an average rate of 4 cm per year. അന്ന് തുടങ്ങിയ വൈഡനിങ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. സീഫ്ലോർ സ്പ്രെഡിംഗ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു.
ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം 4 സെന്റിമീറ്റർ വീതം അറ്റ്ലാന്റിക് ഓഷൻ വൈഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ്ലാന്റിക് ഓഷന്റെ ബോട്ടം റിലീഫ് നോക്കാം. ഫസ്റ്റ് കോണ്ടിനെന്റൽ ഷെൽഫ്. കോണ്ടിനെന്റൽ ഷെൽഫ് പറയുന്നതിന് മുമ്പ് കോണ്ടിനെന്റൽ ഷെൽഫിന്റെ വിഡ്ത്ത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു കോസ്റ്റിന്റെ റിലീഫ് ഫീച്ചേഴ്സുമായിട്ടായിരിക്കും. ഇപ്പോൾ ഒരു കോസ്റ്റിൽ മൗണ്ടൻ അല്ലെങ്കിൽ ഹിൽസ് ഉണ്ടെങ്കിൽ കോണ്ടിനെന്റൽ ഷെൽഫിന്റെ വിഡ്ത്ത് കുറവും, പ്ലെയിൻ ഏരിയ ആണെങ്കിൽ അവിടുത്തെ കോണ്ടിനെന്റൽ ഷെൽഫിന്റെ വിഡ്ത്ത് കൂടുതലുമായിരിക്കും. So that the continental shelves in the Atlantic Ocean has also the width ranges between 2 to 4 kilometers to more than 80 kilometers. Atlantic Oceanന്റെ രണ്ട് കോസ്റ്റുകളിലും ഈസ്റ്റേൺ കോസ്റ്റിലും അതുപോലെ വെസ്റ്റേൺ കോസ്റ്റിലും കോണ്ടിനെന്റൽ ഷെൽഫ്സ് ഉണ്ട്. അതിന്റെ വിഡ്ത്ത് റേഞ്ച് ചെയ്യുന്നത് 2 to 4 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. These become significantly narrow where the mountains and hill border the coast. For example, the African shelves between the Bay of Biscay and Cape of Good Hope, and the Brazilian shelves between 5 degrees south and 10 degrees south latitudes. കോണ്ടിനെന്റൽ ഷെൽഫ് മൗണ്ടൻസും ഹില്ലും ഉള്ള സ്ഥലങ്ങൾ ബോർഡർ ചെയ്ത് വരുന്ന കോസ്റ്റിൽ അതിന്റെ വിഡ്ത്ത് വളരെ കുറവായിരിക്കും, നാരോ ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഷെൽഫ്സ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് ബേ ഓഫ് ബിസ്കയ്ക്കും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനും ഇടയിലാണ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രസീലിയൻ ഷെൽഫ്സ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് 5 degrees south and 10 degrees south latitudesന് ഇടയിലാണ്. ഇനി വിഡ്ത്ത് കൂടിയ ഷെൽഫ്സ് എവിടെയാണുള്ളത് നോക്കാം. The shelves become 200 to 400 kilometers wide along the northeastern coast of North America and northwestern coast of Europe. നോർത്ത് അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റേൺ കോസ്റ്റിലും യൂറോപ്പിന്റെ നോർത്ത് വെസ്റ്റേൺ കോസ്റ്റിലും ഷെൽഫ്സിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 200 to 400 kilometers ആണ്. കാണാം അവിടെ പ്ലെയിൻ ഏരിയ ആണ്. Extensive shelves are found along Newfoundland and British Islands, otherwise known as Dogger Bank. Similarly, the continental shelves around the Greenland and Iceland are also wide. Very extensive continental shelves are found in South Atlantic Ocean, mainly between Bahia Blanca and Antarctica. എക്സ്റ്റൻഷൻ സെൽസ് കണ്ടുവരുന്ന മറ്റു പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ന്യൂഫൗണ്ട്ലാൻഡ്, ബ്രിട്ടീഷ് ഐലൻഡ്സ്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സൗത്ത് അറ്റ്ലാന്റിക് ഓഷനിലെ ബഹിയ ബ്ലാങ്ക, അന്റാർട്ടിക്ക തുടങ്ങിയവയാണ്. ഇനി മറ്റൊരു ഫീച്ചറാണ് മാർജിനൽ സീസ് എന്ന് പറയുന്നത്. മാർജിനൽ സീസ് കോണ്ടിനെന്റൽ ഷെൽഫ്സിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് പക്ഷെ നോർത്ത് അറ്റ്ലാന്റിക്കിൽ വളരെ കൂടുതലും സൗത്ത് അറ്റ്ലാന്റിക്കിന്റെ കാര്യം പറയുന്നെങ്കിൽ ആബ്സെന്റുമാണ്. ഇനി നോർത്ത് അറ്റ്ലാന്റിക്കിൽ കണ്ടുവരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർജിനൽ സീസ് എന്ന് പറയുന്നത് ഹഡ്സൺ ബേ, ബാൾട്ടിക് സീ, നോർത്ത് സീ, ഡേവിഡ് സ്ട്രൈറ്റ്, ഡെൻമാർക്ക് സ്ട്രൈറ്റ് തുടങ്ങിയവയാണ്. എൻക്ലോസ്ഡ് സീസിന് എക്സാമ്പിൾ കരീബിയൻ സീയും മെഡിറ്ററേനിയൻ സീയുമാണ്. There are several islands located on continental shelf. Examples of the islands located are British Isles, Iceland, Faroes, Azores, Ascension, Tristan da Cunha, Newfoundland, West Indies, Madeira, St. Helena, Trinidad, Falkland, South Orkneys, Shetlands, Georgia, Sandwich, Canaries, Cape Verde, etc. Important ആയിട്ടുള്ള സീസ് നമുക്ക് ലൊക്കേഷൻ നോക്കാം. The Virgin Sea, Greenland Sea, Denmark Strait, David Strait, Baffin Bay, Hudson Bay, Hudson Strait, Labrador Sea, North Sea, Baltic Sea, White Sea, then Black Sea, Mediterranean Sea, Gulf of Biscay. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒത്തിരി സ്ട്രേറ്റ്സ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് ആണ്, ഇവിടെ ഗൾഫ് ഓഫ് മെക്സിക്കോയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐലൻഡ്സ് കൂടെ നോക്കാം. ഫെറോ, then Sable, Bermuda, Azores, Madeira, Canary, Cape Verde, Ascension, St. Helena, Tristan da Cunha, Gulf, then Falklands, South Georgia, South Orkney, South Sandwich. ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐലൻഡ്സിന്റെ യഥാർത്ഥ മാപ്പാണ്. യഥാർത്ഥത്തിൽ അതിന്റെ ഷേപ്പ് വെച്ചിട്ടുള്ള മാപ്സ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ലൊക്കേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള റിലീഫ് ഫീച്ചർ ആണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൻ ചെയിൻസ് ആണ്. അതിന്റെ ഒരു ഭാഗമാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റെപ്രസെന്റ്സ് ദ സോൺ ഓഫ് കൺവേർജന്റ് ഓഫ് കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് മാർജിൻസ് ആൻഡ് ഹാസ് an S-shape extends for about 14,450 kilometers from Iceland in the north to the Bouvet Island in the south.
മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിന്റെ പ്രത്യേകത ഇത് സീഫ്ലോർ സ്പ്രെഡിംഗ് അല്ലെങ്കിൽ സോൺ ഓഫ് ഡൈവേർജൻ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പ്ലേറ്റ് മാർജിൻസിൽ ഉണ്ടായിട്ടുള്ളൊരു റിലീഫ് ഫീച്ചറാണ്. അമേരിക്കൻ പ്ലേറ്റ്സിന്റെ വെസ്റ്റ്വേർഡ് മൂവ്മെന്റും യൂറേഷ്യൻ ആഫ്രിക്കൻ പ്ലേറ്റ്സിന്റെ ഈസ്റ്റ്വേർഡ് മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിന് എസ് ഷേപ്പാണ്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14,450 കിലോമീറ്റർ ആണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഐസ്ലാൻഡ്, നോർത്തിൽ ഐസ്ലാൻഡ് മുതൽ സൗത്തിൽ ബോവറ്റ് ഐലൻഡ്സ് വരെയാണ്. Though swinging west and east, it maintains its central position and nowhere goes down more than 4,000 meters below the sea level. ഇനി ഈസ്റ്റിലും വെസ്റ്റിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ പൊസിഷൻ തന്നെയാണ്. ഇനി അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 4,000 മീറ്ററിന് താഴെ പോകാറുമില്ല. And the mid-Atlantic ridge is known as Dolphin Rise in the north and Challenger Rise to the south of equator. ഇക്വേറ്ററിന്റെ നോർത്തിൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് അറിയപ്പെടുന്നത് ഡോൾഫിൻ റൈസ് എന്നും ഇക്വേറ്ററിന്റെ സൗത്തിൽ ഈ റിഡ്ജ് അറിയപ്പെടുന്നത് ചലഞ്ചർ റൈസും എന്നാണ്. ഐസ്ലാൻഡിനും സ്കോട്ട്ലാൻഡിനും ഇടയിലുള്ള ഭാഗത്ത് ഈ റിഡ്ജ് അറിയപ്പെടുന്നത് വില്ലി തോംസൺ റിഡ്ജ് എന്നാണ്. ഇനി ഗ്രീൻലാൻഡിന്റെ സൗത്തിലും ഐസ്ലാൻഡിനും ഇടയിൽ ഈ റിഡ്ജിന്റെ വലുപ്പം കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ അത് അറിയപ്പെടുന്നത് ടെലഗ്രാഫിക് പ്ലേറ്റോ എന്നാണ്. കാരണം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ കേബിൾ ലൈൻസ് ലേ ചെയ്തത് ഈ ഒരു പ്ലാറ്റൂലാണ്. അതുകൊണ്ടാണ് അതിനെ ടെലഗ്രാഫിക് പ്ലാറ്റോ എന്ന് വിളിക്കുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യന്റെ മാപ്പാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എസ് ഷേപ്പിൽ പോകുന്നുണ്ട്. ഇവിടെ നോക്കാം, ഇതാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത്. രണ്ട് പ്ലേറ്റ് ബൗണ്ടറീസിന്റെ ആ ബൗണ്ടറി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് യുറേഷ്യൻ ആൻഡ് ആഫ്രിക്കൻ പ്ലേറ്റിന്റെയും നോർത്ത് അമേരിക്കൻ ആൻഡ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്സിന്റെയും പ്ലേറ്റ് ബൗണ്ടറീസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതൊരു മിഡ് അറ്റ്ലാന്റിക് ബ്രിഡ്ജിന്റെ യഥാർത്ഥ ഫോട്ടോഗ്രാഫാണ്. ഒരു വിസിറ്റർ, അതായത് അദ്ദേഹം ഈ ഒരു രണ്ട് ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ്. വളരെ ഫേമസ് ആയിട്ടൊരു ഫോട്ടോഗ്രാഫാണ്. ബോട്ടം റിലീഫ് ഓഫ് അറ്റ്ലാന്റിക് ഓഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും ടെലഗ്രാഫ് പ്ലാറ്റോ, ദെൻ ഇക്വേറ്ററിന്റെ മുകളിലുള്ള ഭാഗം ഡോൾഫിൻ റൈസോ ഡോൾഫിൻ പ്ലാറ്റോ, ദെൻ ഇക്വേറ്ററിന് താഴെയുള്ള ഭാഗം ചലഞ്ചർ റൈസോ ചലഞ്ചർ പ്ലാറ്റോ. വാൽവിസ് റിഡ്ജും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ള മൗണ്ടൻ ചെയിനിന് ഒത്തിരി ബ്രാഞ്ചസും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന് നോക്കാം. A significant branch emerged from the central ridge near 50° north latitude and extends northwestward as Newfoundland Rise and continues up to Newfoundland. ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് റൈസ് ചെയ്യുന്നത് 50° നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ നിന്നാണ്. ഈ 50° നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ നിന്ന് റൈസ് ചെയ്യുന്ന ബ്രാഞ്ച് ന്യൂ ഫൗണ്ട്ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത് കൊണ്ട് അതിനെ ന്യൂ ഫൗണ്ട്ലാൻഡ് റൈസ് എന്നാണ് വിളിക്കുന്നത്. Another important branch is known as Azores Rise, and it bifurcates from the mid-Atlantic ridge to the south of 40° north latitude and extends up to Azores Island. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്നത് അസോറസ് റൈസ് ആണ്. 40° നോർത്ത് ലാറ്റിറ്റ്യൂഡിൽ നിന്നാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് അസോറസ് ഐലൻഡ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിനെ അസോറസ് റൈസ് എന്ന് വിളിക്കുന്നു. ഇനി ഇക്വേറ്ററിന്റെ ഭാഗം എത്തുമ്പോൾ മിഡ് അറ്റ്ലാന്റിക് റിജിന് 2 ബ്രാഞ്ചസ് ആണുള്ളത്, സൈറോ ലിയോൺ റൈസും പാരാ റൈസും. ഇതിൽ സൈറോ ലിയോൺ റൈസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പാരാ റൈസ് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. Then Guiana Ridge is a minor ridge of Central Ridge and runs northeastward and extends up to Guiana Coast. ഇനി ഈ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൽ നിന്ന് വരുന്ന ഒരു മൈനർ ബ്രാഞ്ച് ആണ് ഗുനിയ റിഡ്ജ് എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റിലോട്ടാണ്. അത് ഗുനിയ കോസ്റ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിനെ ഗുനിയ റിഡ്ജ് എന്ന് വിളിക്കുന്നു. ഇനി മറ്റ് രണ്ട് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് 40° സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ നിന്നും റൈസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് Walvis Ridge extends northeastward and merges with the African continental shelf, while Rio Grande Rise extends towards South American coast. സൗത്തിൽ നിന്ന് എമർജ് ചെയ്യുന്ന രണ്ട് ബ്രാഞ്ചസ് എന്ന് പറയുന്ന വാൽവിസ് റിഡ്ജും ഒപ്പം തന്നെ റിയോ ഗ്രാൻഡെ റൈസും ആണ്. വാൽവിസ് റിഡ്ജ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഫൈനലി ഇത് ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഷെൽഫായിട്ട് മെർജ് ചെയ്യുന്നു. ഇനി റിയോ ഗ്രാൻഡെ റൈസ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ കോസ്റ്റിലോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ചസ് നമുക്കിതിൽ നോക്കാം. ന്യൂ ഫൗണ്ട്ലാൻഡ് റൈസ് അല്ലെങ്കിൽ ന്യൂ ഫൗണ്ട്ലാൻഡ് റിഡ്ജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
Azores Rise അല്ലെങ്കിൽ Azores Ridge നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Sierra Leone Rise ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കാണാം, ഇതിലും കാണാൻ സാധിക്കുന്നുണ്ട്. Sierra Leone Rise, അതായത് ആഫ്രിക്കയുടെ തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. Then Valles Ridge, അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Rio Grande Rise, അതിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ്ലാന്റിക് ഓഷ്യന്റെ മേജർ പാർട്ടും ഓഷ്യന് താഴെ സബ്മേർജ് ചെയ്താണ് കാണപ്പെടുന്നതെങ്കിലും കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് പീക്സും സീ മൗണ്ട്സും ഒക്കെ വാട്ടർ സർഫസിന് മുകളിൽ പ്രൊജക്ട് ചെയ്ത് ഐലൻഡ്സിന്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് പിക്കോ ഐലൻഡ് ഓഫ് അസോറസ് ആണ്. അതിന്റെ ഹൈറ്റ് സീ ഫ്ലോറിൽ നിന്ന് ഏതാണ്ട് 8200 മീറ്ററിന് മുകളിലും അതേസമയം മീൻ സീ ലെവലിൽ നിന്നും 113 to 243 മീറ്ററിന് ഇടയിലുമാണ് റേഞ്ച് ചെയ്യുന്നത്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസിൽ ഒത്തിരി ഫ്രാക്ചേഴ്സ് ആണ്, അതായത് ഫോൾട്ട് സോൺസും കാണപ്പെടാറുണ്ട്. എക്സാമ്പിൾ Gibbs fracture zone, Atlantis fracture zone, Oceanographic fracture zone, Kane fracture zone, Weymouth fracture zone, Ramage fracture zone, etc. Fracture zones ന്റെ ഒരു ഇമേജ് ആണ്. Weymouth fracture zone കാണാൻ സാധിക്കും. ഇവിടെയാണ് റൊമാഞ്ചെ ഫ്രാക്ചർ സോൺ, ചെയിൻ ഫ്രാക്ചർ സോൺ തുടങ്ങിയവ. ഓഷ്യൻ ബേസിൻ. മിഡ് അറ്റ്ലാന്റിക് റീജ് അറ്റ്ലാന്റിക് ഓഷ്യനെ രണ്ട് മേജർ ബേസിൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഈസ്റ്റ് അറ്റ്ലാന്റിക് ബേസിനും വെസ്റ്റ് അറ്റ്ലാന്റിക് ബേസിനും. ഇനി ഈ ഈസ്റ്റ് അറ്റ്ലാന്റിക് ബേസിനും വെസ്റ്റ് അറ്റ്ലാന്റിക് ബേസിനുമുള്ള മേജർ ബേസിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലാബ്രഡോർ ബേസിൻ. ബേസിൻ മീൻസ് ഒരു പ്ലെയിൻസ് ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. It extends between the continental shelf of Greenland in the north and Newfoundland Rise in the south, covering latitudinal extent of 40 degree north to 50 degree north latitude with a depth of 4000 to 4500 meter. ആദ്യത്തേത് ലാബ്രഡോർ ബേസിൻ ആണ്. ഗ്രീൻലാൻഡിലെ കോണ്ടിനെന്റൽ ഷെൽഫ് മുതൽ ന്യൂ ഫൗണ്ട്ലാൻഡ് റൈസ് വരെയാണ് അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. 40 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് മുതൽ 80 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെ. ഇതിന്റെ ഡെപ്ത് റേഞ്ച് ചെയ്യുന്നത് 4000 മുതൽ 4500 മീറ്റർ വരെയാണ്. നോർത്ത് അമേരിക്കൻ ബേസിൻ. നോർത്ത് അമേരിക്കൻ ബേസിൻ എന്ന് പറയുന്നത് വളരെ എക്സ്റ്റൻസീവ് ആയിട്ടൊരു ബേസിൻ ആണ് അറ്റ്ലാന്റിക് ഓഷ്യനിലെ. ഇതിന്റെ റേഞ്ച് വരുന്നത് 12 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ടു 40 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഒത്തിരി ലാറ്റിറ്റ്യൂഡിൽ എക്സ്റ്റൻഷൻ ഉള്ള ഒരു ബേസിൻ ആണ് നോർത്ത് അമേരിക്കൻ ബേസിൻ. The east-west section lies between the continental shelves of the east coast of North America and 50 degree west meridian. ഇതിന്റെ ഈസ്റ്റ് വെസ്റ്റ് സെക്ഷന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിന് റേഞ്ച് ചെയ്യുന്നത് നോർത്ത് അമേരിക്കൻ ഈസ്റ്റ് കോസ്റ്റ് മുതൽ 50 ഡിഗ്രി വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് വരെയാണ്. ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് 5000 മീറ്റർ ആണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതിന്റെ ഡെപ്ത് 6000 മീറ്റർ വരെ പോകാറുണ്ട്. ലാബ്രഡോർ ബേസിൻ, നോർത്ത് അമേരിക്കൻ ബേസിൻ. ഏതാണ്ട് നോർത്ത് അമേരിക്കൻ ബേസിൻ ഇത്രയും ഭാഗത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. സ്പാനിഷ് ബേസിൻ. മിഡ് അറ്റ്ലാന്റിക് റീജിയനും ഐബീരിയൻ പെനിൻസുലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബേസിനാണ് സ്പാനിഷ് ബേസിൻ എന്ന് പറയുന്നത്. ഇതിന്റെ സൗത്തിൽ അസോറസ് റൈസും നോർത്തിൽ 50 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെയുമാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ആവറേജ് ഡെപ്ത് 5000 മീറ്റർ. നോർത്ത് ആൻഡ് സൗത്ത് കാനറി ബേസിൻ. ഇത് രണ്ടും സർക്കുലർ ബേസിൻസ് ആണ്. ഡെപ്ത് വരുന്ന 5000 മീറ്റർ. കേപ്പ് വെർഡെ ബേസിൻ. കേപ്പ് വെർഡെ ബേസിൻ എന്ന് പറയുന്നത് മിഡ് അറ്റ്ലാന്റിക് റീജിയനും വെസ്റ്റ് ആഫ്രിക്കൻ കോസ്റ്റിനും ഇടയിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതായത് 10 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് മുതൽ 23 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ബേസിനാണ് കേപ്പ് വെർഡെ ബേസിൻ. 5000 മീറ്റർ ആണ് അതിന്റെയും ആവറേജ് ഡെപ്ത്. ചില ഭാഗങ്ങളിൽ 5000 മീറ്ററിന് മുകളിൽ ഡെപ്ത് കാണപ്പെടാറുണ്ട്. സ്പാനിഷ് ബേസിൻ ഇവിടെ കാണാൻ സാധിക്കും. നോർത്ത് കാനറിയും സൗത്ത് കാനറിയും കൂടെ കളക്റ്റീവ് ആയിട്ടുള്ള കാനറി ബേസിൻ ഇവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് കേപ്പ് വെർഡെ ബേസിൻ ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് പറഞ്ഞിരുന്ന നോർത്ത് അമേരിക്കൻ ബേസിനും അതുപോലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ബേസിനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Then Brazilian basin. It is confined between the equator and 30 degrees south latitude and the east coast of Brazil in the west and Paraguay in the east. The depth is more than 4000 meter. ബ്രസീലിയൻ ബേസിൻ എന്ന് പറയുന്നത് ഇക്വേറ്ററിനും 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിനും ഇടയിൽ, അതായത് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ബ്രസീലിനും അതുപോലെ പാരാറൈസിനും ഇടയിൽ കാണപ്പെടുന്ന ബേസിനാണ് ബ്രസീലിയൻ
basin and a depth വരുന്ന 4000 meter. Then Gunya basin. It extends from northeast to southwest in elongated shape between Gunya Ridge and Silurian rise and measures 4000 to 5000 meter in depth. Xyro-Leon റൈസിനും ഗുനിയ റിജിനും ഇടയിൽ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഇലോങ്ങേറ്റഡ് ഷേപ്പിലുള്ള ബേസിനാണ് ഗുനിയ ബേസിൻ എന്ന് പറയുന്നത്. അതിന്റെ ഡെപ്ത് 4000 to 5000 മീറ്റർ വരെയാണ്. അങ്കോള ബേസിൻ. It is located between equator and 30 degrees south latitude. ഇക്വേറ്ററിനും 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബേസിനാണ് അങ്കോള ബേസിൻ എന്ന് പറയുന്നത്. ആഫ്രിക്കൻ കോസ്റ്റ് മുതൽ വാൽവിസ് റിഡ്ജ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന ബേസിനാണ് അങ്കോള ബേസിൻ. ഈ ബേസിൻ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻസീവ് ആയിട്ട് കാണപ്പെടുന്നത് ആഫ്രിക്കൻ കോസ്റ്റിലാണ്. അതേസമയം ആഫ്രിക്കൻ കോസ്റ്റിൽ നിന്ന് താഴോട്ട് പോകുന്ന ഭാഗങ്ങൾ, അതായത് സൗത്ത് വെസ്റ്റിലോട്ട് പോകുമ്പോൾ അതിന്റെ വിഡ്ത്ത് കുറഞ്ഞാണ് വരുന്നത്. ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 5000 മീറ്റർ. ഇനി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിൻസ് എന്ന് പറയുന്നത് കേപ്പ് ബേസിൻ, അഗുൽഹാസ് ബേസിൻ, അർജന്റീന ബേസിൻ, അറ്റ്ലാന്റിക് അന്റാർട്ടിക് ബേസിൻ തുടങ്ങിയവയാണ്. ബ്രസീലിയൻ ബേസിൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗുനിയ ബേസിൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ അങ്കോള ബേസിൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പുറമെ നാരോ ബേസിൻസ് ആയ കേപ്പ് ബേസിൻ ഇവിടെ കാണാൻ സാധിക്കും. അർജന്റീന ബേസിൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. Ocean deeps. The number of ocean deeps in the Atlantic Ocean is far less than Pacific Ocean because of the absence of effects of tertiary orogenic movements along the Atlantic coast. പസഫിക് ഓഷനെ അപേക്ഷിച്ച് ഓഷൻ ഡീപ്സ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് അറ്റ്ലാന്റിക് ഓഷന്. അതിന് പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനിൽ ടെർഷറി ഓറോജനിക് മൂവ്മെന്റ്സ് പസഫിക് ഓഷനെ അപേക്ഷിച്ച് കുറവാണ്. ഇനി മുഴ എന്ന് പറയുന്ന ഓഷനോഗ്രാഫ് അറ്റ്ലാന്റിക് ഓഷനിൽ 29 ഡീപ്സ്, അതായത് 5400 മീറ്ററിന് കൂടുതൽ ഡെപ്ത് ഉള്ള 29 ഡീപ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഹയസ്റ്റ് ഡീപ്പ് എന്ന് പറയുന്നത് പ്യൂട്ടോറിക്ക ഡീപ്പാണ്. മറ്റ് ഇമ്പോർട്ടൻറ്റ് ഡീപ്സ് എന്ന് പറയുന്നത് നാരസ് ഡീപ്പ്, ഹെട്രസ് ഡീപ്പ്, കൊളംബിയ ഡീപ്പ്, ദെൻ വാൽഡിവിയ ഡീപ്പ്, ട്രിസാഡ് ഓർ റൊമാഞ്ച ഡീപ്പ്, പുച്ചനാൻ ഡീപ്പ്, മസോളി ഡീപ്പ്, വെമ്മ ഡീപ്പ് തുടങ്ങിയവയാണ്. അറ്റ്ലാന്റിക് ഓഷനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ ഏതാണ്ട് സൗത്തിലോട്ട് വരുന്ന പ്യൂട്ടോറിക്കോ ട്രെഞ്ച് ആണ്. അതിന്റെ ഡെപ്ത് വരുന്നത് 8380 മീറ്റർ ആണ്. Marginal seas. Marginal seas are important seas Mediterranean Sea, Caribbean Sea, Gulf of Mexico തുടങ്ങിയവയാണ്. മെഡിറ്ററേനിയൻ സീയുടെ അകത്ത് തന്നെ ഒരു ചെറിയതായിട്ടുള്ള മിഡ് സീ റിഡ്ജ് ഉണ്ട്. ആ മിഡ് സീ റിഡ്ജ് മെഡിറ്ററേനിയൻ സീ ഈ രണ്ട് ബേസിൻസ് ആയിട്ട് ഈസ്റ്റ് മെഡിറ്ററേനിയൻ ബേസിനും വെസ്റ്റ് മെഡിറ്ററേനിയൻ ബേസിനുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിറ്ററേനിയൻ സീയുടെ ആവറേജ് ഡെപ്ത് എന്ന് പറയുന്നത് 4000 മീറ്റർ ആണ്. ഇനി മെഡിറ്ററേനിയൻ സീ റൺ ചെയ്യുന്നത് സദേൺ ഇറ്റാലിയൻ കോസ്റ്റ് മുതൽ നോർത്ത് ആഫ്രിക്കൻ കോസ്റ്റ് വരെയാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോയും കരീബിയൻ സീയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡീപ്പ് റിഡ്ജ് ആണ്. 1600 മീറ്റർ ഡെപ്തിലാണ് ആ ഒരു റിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥിതി ചെയ്യുന്നത് യുക്കാറ്റൻ പെൻസുലയ്ക്ക് ക്യൂബ ഐലൻഡിനും ഇടയിലാണ്. ഇനി പ്രോമിനന്റ് ബേസിൻസ് എന്ന് പറയുന്നത് ഇവിടെ മെക്സിക്കോ ബേസിനും ഉണ്ട്, കരീബിയൻ ബേസിനും ഉണ്ട്. ഇനി ഈ ലേറ്റർ ആയിട്ട് പറഞ്ഞ കരീബിയൻ ബേസിനെ നമ്മൾ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യുത്താക്കൻ ബേസിൻ, കേമൻ തറോ, കൊളംബിയ ബേസിൻ, വെനസ്വേല ബേസിൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർജിനൽ സീസ് നോക്കാം. മെഡിറ്ററേനിയൻ സീ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗൾഫ് ഓഫ് മെക്സിക്കോ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കരീബിയൻ സീ, ഇത് മൂന്നും എന്ന് പറയുന്നത് മാർജിനൽ സീ മാത്രമല്ല എൻക്ലോസ്ഡ് സീ കൂടെ ആണ്.